ജനറൽ 2 രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3ൽ വരുന്ന ബിൽഡിംഗ് വാൾസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് പ്ലംബിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ പ്രാക്ടിക്കൽ ക്ലാസ്സിലും അതുപോലെ തിയറി ക്ലാസ്സുകളിലും ഒരു ബിൽഡിങ്ങിൻ്റെ വിവിധ കമ്പോണൻസുകളെ കുറിച്ച് നാം പരിചയപ്പെടുകയുണ്ടായി. അതിൽ ഏറ്റവും അധികം പ്ലംബിംഗ് വർക്ക്സ് വരുന്ന ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിൽഡിംഗ് വാൾസിനെ കുറിച്ച് കൂടുതലായി അറിയേണ്ടതുണ്ട്. ആദ്യമായി എന്താണ് വാള്? A wall is a structure that divides a space into various rooms, carries a load, provides security, acts as sound barrier and provides shelter. ഒരു വാൾ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് സ്പേസിനെ വിവിധ റൂമുകളാക്കി തിരിക്കുന്നതിനും ലോഡ് ക്യാരി ചെയ്യുന്നതിനും സെക്യൂരിറ്റി നൽകുന്നതിനും സൗണ്ട് ബാരിയറായി ആക്ട് ചെയ്യുന്നതിനും ഷെൽട്ടർ നൽകുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ബിൽഡിംഗ് കമ്പോണൻ്റ് ആണ്. They are also known as masonry walls. വാളുകളെ സാധാരണ masonry walls എന്നും പറയാറുണ്ട്. We need a clear idea about the building walls before doing any plumbing works on it. ഒരു ബിൽഡിങ്ങിനകത്ത് പ്ലംബിംഗ് വർക്ക്സ് ചെയ്യുന്നതിന് മുൻപ് ആ ബിൽഡിങ്ങിലെ വാൾസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായി ഫങ്ഷൻ ഓഫ് വാൾ എന്തൊക്കെയാണെന്ന് നോക്കാം. It carries the weight of all fixtures hanging on it. ബിൽഡിംഗ് വാളിൽ വരുന്ന എല്ലാ ഫിക്ചേഴ്സിൻ്റെയും വെയിറ്റ് ക്യാരി ചെയ്യണം. In the case of load bearing wall, it carries the weight of all structures lying above it. ഒരു ലോഡ് ബെയറിംഗ് വാളിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് മുകളിൽ വരുന്ന എല്ലാ സ്ട്രക്ചേഴ്സിൻ്റെയും വെയിറ്റ് ക്യാരി ചെയ്യേണ്ടതാണ്. ഇറ്റ് ഡിവൈഡ്സ് ദ സ്പേസ് ഓഫ് എ ബിൽഡിംഗ് ടു വേരിയസ് റൂം. ഒരു ബിൽഡിങ്ങിൻ്റെ സ്പേസിനെ വിവിധ റൂമുകളാക്കി തിരിക്കുന്നത് ഒരു വാളാണ്. ഇത്രയുമാണ് ഒരു ബിൽഡിംഗ് വാളിൻ്റെ പ്രധാന ഫങ്ഷൻസ്. അടുത്തതായി ബിൽഡിംഗ് വാളിൻ്റെ പ്രധാന പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ്. ലിൻഡൽസ് ആർ ദി ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് മെയ്ഡ് ഓഫ് RCC, വുഡ്, സ്റ്റീൽ എക്സെട്ര ആൻഡ് പ്രൊവൈഡഡ് ഓവർ ഓപ്പണിങ്സ് ലൈക്ക് ഡോർസ് ആൻഡ് വിൻഡോസ്. ഡോർ, വിൻഡോ മുതലായ ഓപ്പണിങ്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ബീമിനെയാണ് ലിൻഡൽ എന്ന് പറയുക. ഇത് സാധാരണയായി RCC, വുഡ്, സ്റ്റീൽ മുതലായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ ഓപ്പണിങ്സിന് മുകളിൽ വരുന്ന ബ്രിക്ക് മേസണറിയുടെ വെയിറ്റ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയാണ് ലിൻഡൽ നൽകുന്നത്. സൺഷെയ്ഡ്. സൺഷെയ്ഡ് ഈസ് ദി എക്സ്റ്റേണൽ പ്രൊജക്ഷൻ പ്രൊവൈഡഡ് എലോങ് വിത്ത് ലിൻഡൽസ് ടു പ്രൊട്ടക്ട് വിൻഡോസ് ഫ്രം റെയിൻ ആൻഡ് സൺ. ലിൻഡലിൻ്റെ തുടർച്ചയായി പുറത്തേക്ക് നൽകുന്ന എക്സ്റ്റേണൽ പ്രൊജക്ഷനെയാണ് സൺഷെയ്ഡ് എന്ന് പറയുക. ഇത് വിൻഡോസിനെ റെയിനിൽ നിന്നും സൺഷൈനിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ ചിത്രത്തിൽ ലിൻഡലിൻ്റെ പൊസിഷൻ കാണിച്ചിരിക്കുന്നു. അതുപോലെ ഇത് ഒരു RCC ലിൻഡൽ വിത്ത് സൺഷെയ്ഡിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ലിൻഡൽ. ഇത് സാധാരണയായി ബിൽഡിംഗ് വാളിൻ്റെ തിക്നെസ് വിട്ട് വരുന്ന രീതിയിലും അതുപോലെ തിക്നെസ്സായി 15 സെൻറ്റിമീറ്ററുമാണ് നൽകാറുള്ളത്. ലിൻഡലിൻ്റെ തുടർച്ചയായി കാണുന്ന ഈ പ്രൊജക്ഷനെയാണ് സൺഷെയ്ഡ് എന്ന് പറയുക. ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്. ഡോർസ് ആർ പ്രൊവൈഡഡ് ടു ഗിവ് ആക്സസ് ടു ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ആക്സസ് നൽകുന്നതിന് ഡോർ ഉപയോഗിക്കുന്നു. വിൻഡോസ് ആർ പ്രൊവൈഡഡ് ടു എലോ പാസേജ് ഓഫ് ലൈറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് വിഷൻ. ബിൽഡിങ്ങിനകത്തേക്ക് വെളിച്ചം കയറുന്നതിനും അതുപോലെ പുറത്തേക്കുള്ള വിഷൻ സാധ്യമാക്കുന്നതിനും വിൻഡോസ് ഉപയോഗിക്കുന്നു. വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് എയർ സർക്കുലേഷൻ. എയർ സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടിയാണ് വെന്റിലേറ്റേഴ്സ് നൽകുന്നത്. Roof slab and parapet. The roof slab provide protection to the building from weather. Roof slab may be flat or sloped tiles. ഒരു ബിൽഡിങ്ങിനെ വെതറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് റൂഫ് സ്ലാബ്. സാധാരണയായി റൂഫ് സ്ലാബ് ഫ്ലാറ്റ് രീതിയിലും അതുപോലെ ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ സ്ലോപ്ഡ് രീതിയിലുമാണ് നൽകാറുള്ളത്. Parapet is a short wall provided on terrace to give protection from falling. ഒരു ഫ്ലാറ്റ് സ്ലാബിൻ്റെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടെറസിൻ്റെ എഡ്ജിൽ കൊടുക്കുന്ന ഷോർട്ട് വാളിനെയാണ് പാരപ്പറ്റ് എന്ന് പറയുക. ടെറസ് യൂസ് ചെയ്യുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പാരപ്പറ്റ് നൽകുന്നത്. സ്കർട്ടിംഗ്. ദ പ്രൊട്ടക്ഷൻ ഗിവൺ അറ്റ് ദി ലോവർ പോർഷൻ ഓഫ് എ വാൾ. ഇറ്റ് മേ ബി മെയ്ഡ് ഓഫ് വുഡ്, ടൈൽ എക്സെട്ര. ഒരു ബിൽഡിംഗ് വാളിൻ്റെ ഇൻസൈഡ് പോർഷനിൽ ബോട്ടം സൈഡിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വർക്കിനെയാണ് സ്കർട്ടിംഗ് എന്ന് പറയുന്നത്.
ഇത് വുഡ്, ടൈല് ഇവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട ബിൽഡിംഗ് വാളിലെ പ്രധാന പാർട്സുകളെ നമുക്കൊരു വെർട്ടിക്കൽ സെക്ഷനിൽ കാണാം. ഇത് ഒരു ബിൽഡിംഗ് വാളിൻ്റെ വെർട്ടിക്കൽ സെക്ഷനാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗങ്ങളെ സബ്സ്ട്രക്ചർ എന്നാണ് പറയുക എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സബ്സ്ട്രക്ചറിൽ വരുന്ന പ്രധാന ഭാഗങ്ങളാണ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ്, അതുപോലെ ഫൗണ്ടേഷൻ. ഈ ചിത്രത്തിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് PCC എന്നും പറയും. അതുപോലെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് മുകളിലായി കൊടുത്തിട്ടുള്ള റബിൾ മേസൺറി ആണ് ഫൗണ്ടേഷൻ. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗങ്ങളെ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുക. ഫൗണ്ടേഷന് തൊട്ടും മുകളിലായി കൊടുത്തിരിക്കുന്ന ഈ റബിൾ മേസൺറി സ്ട്രക്ചറിനെയാണ് ബേസ്മെന്റ് എന്ന് പറയാറുള്ളത്. സാധാരണ വീടുകൾക്ക് ബേസ്മെന്റ് ഹൈറ്റ് 45 സെന്റിമീറ്റർ ആണ്. ബേസ്മെന്റിന്റെ ടോപ്പ് ലെവലിലാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയുക. പ്ലിന്ത് ലെവലിൽ സാധാരണയായി ബിൽഡിങ്ങിനകത്തേക്ക് ഈർപ്പം പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഒരു ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യാറുണ്ട്. ഇത് ഒരു ഡോറാണ്. ഡോറിന് മുകളിലായി ലിൻഡൽ നൽകിയിരിക്കുന്നു. ലിൻഡലിൻ്റെ തുടർച്ചയായി കാണുന്ന എക്സ്റ്റേണൽ പ്രൊജക്ഷനെ സൺഷെയ്ഡ് എന്ന് പറയും. ലിൻഡലിൻ്റെ മുകളിൽ വരുന്ന ബ്രിക്ക് മേസൺറിയുടെ വെയിറ്റ് ക്യാരി ചെയ്യുന്നതിനാണ് ലിൻഡൽ നൽകുന്നത്. ഇത് റൂഫ് സ്ലാബ്. റൂഫ് സ്ലാബിൻ്റെ മുകളിൽ എഡ്ജിൽ കൊടുത്തിരിക്കുന്ന ഷോർട്ട് വാളാണ് പാരപ്പറ്റ്. ഇത് റൂഫ് സ്ലാബിന് മുകളിൽ കൊടുത്തിട്ടുള്ള പ്ലാസ്റ്ററിങ്, ഇതിനെ വെതറിങ് കോഴ്സ് എന്ന് പറയും. ഇനി റൂമിൻ്റെ ഇൻസൈഡിൽ വരികയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഫ്ലോർ ഫിനിഷ്, അതിന് താഴെ ഫ്ലോർ കോൺക്രീറ്റ്, അതിനും താഴെ സാൻഡ് ഫില്ലിംഗ്. റൂമിൻ്റെ ഔട്ട്സൈഡിലേക്ക് വരികയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബേസ്മെൻറ്റ് ഹൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ടി 3 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. ഇത്രയുമാണ് ഒരു ബിൽഡിംഗ് വാളിൻ്റെ വെർട്ടിക്കൽ സെക്ഷനിൽ വരുന്നത്. ഈ ചിത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുക. അതുപോലെ ഈ ബിൽഡിംഗ് പാർട്സിനെ കുറിച്ച് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക. അടുത്തതായി ബിൽഡിംഗ് സർവീസസ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് എ ബിൽഡിംഗ്, the works related to plumbing and electrification are done. These works are generally known as building services. ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ അതിൽ നടത്തപ്പെടുന്ന വർക്കുകളാണ് പ്ലംബിംഗ്, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ. ഈ 2 വർക്കുകളെയും ചേർത്താണ് ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുക. The building service works should be done with utmost care so that it should not affect the structural stability of the building. ബിൽഡിംഗ് സർവീസ് വർക്കുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വർക്കുകളാണ്. ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിയെ ഈ വർക്കുകൾ യാതൊരു കാരണവശാലും ബാധിക്കാൻ പാടുള്ളതല്ല. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലംബിംഗ് വർക്കാണ്. ഈ പ്ലംബിംഗ് വർക്കിന് വേണ്ടി ബിൽഡിംഗ് വാളിൽ വിവിധ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം കട്ടിംഗ് വർക്കുകൾ നടക്കുമ്പോൾ അത് ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഡാമേജ് വരുത്താൻ പാടില്ല. അടുത്തതായി ടൈപ്സ് ഓഫ് വാള്. വാളുകളെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ലോഡ് ക്യാരിയിങ്, അതുപോലെ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ആദ്യമായി നമുക്ക് ടൈപ്പ് ഓഫ് വാൾ ബേസ്ഡ് ഓൺ ലോഡ് ക്യാരിയിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ലോഡ് ബെയറിംഗ് വാള്. ലോഡ് ബെയറിംഗ് വാൾ സപ്പോർട്ട് ദി വെയിറ്റ് ഓഫ് എ ഫ്ലോർ ഓർ റൂഫ് സ്ട്രക്ചർ എബവ് ആൻഡ് ആർ സോ നെയിംഡ് ബിക്കോസ് ദേ ബെയർ എ ലോഡ്. ലോഡ് ബെയറിംഗ് വാള് എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോഡ് ബെയർ ചെയ്യുന്ന വാളുകളാണ്. അതായത് ഇത്തരം വാളുകൾ അവയ്ക്ക് മുകളിൽ വരുന്ന ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ റൂഫ് സ്ട്രക്ചറിൻ്റെ ഭാരം ക്യാരി ചെയ്യേണ്ട വാളുകളാണ്. രണ്ടാമത്തെ വാളാണ് നോൺ ലോഡ് ബെയറിംഗ് വാള്. എ നോൺ ലോഡ് ബെയറിംഗ് വാൾ, സംടൈംസ് കോൾഡ് എ പാർട്ടീഷൻ വാൾ, ഈസ് റെസ്പോൺസിബിൾ ഓൺലി ഫോർ ഹോൾഡിംഗ് അപ്പ് ഇറ്റ്സെൽഫ്. നോൺ ലോഡ് ബെയറിംഗ് വാൾ എന്ന് പറയുന്നതിന് പാർട്ടീഷൻ വാൾ എന്നും പറയാറുണ്ട്. ഇത്തരം വാളുകൾക്ക് അവയുടെ സെൽഫ് വെയിറ്റ് മാത്രം ക്യാരി ചെയ്താൽ മതിയാകും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലോഡ് ബെയറിംഗ് വാളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോഡ് ക്യാരി ചെയ്യുന്ന വാളുകളാണ് ലോഡ് ബെയറിംഗ് വാൾ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. അതായത് ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ ബീം എന്ന് പറയും, വെർട്ടിക്കൽ മെമ്പറിനെ കോളം എന്ന് പറയും.
ഈ ബീം കോളം സ്ട്രക്ചറിന് ഇടയ്ക്കുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടാണ് ഇത്തരം വാളുകൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം വാളുകൾക്ക് അവയുടെ സെൽഫ് വെയ്റ്റ് മാത്രം ക്യാരി ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇവയെ നോൺ ലോഡ് ബെയറിംഗ് വാൾ എന്നുകൂടി പറയുന്നത്. ടൈപ്പ് ഓഫ് വാൾ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ഇനി ബിൽഡിംഗ് വാൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെ അടിസ്ഥാനപ്പെടുത്തി ബിൽഡിംഗ് വാളിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. പലതരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ബിൽഡിങ്ങിൻ്റെ ചുവർ കെട്ടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷനിൽ ഒന്നാണ് ബ്രിക്ക് വാൾ അല്ലെങ്കിൽ ബ്രിക്ക് മേസൺറി. വാൾസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് ആർ കോൾഡ് ബ്രിക്ക് മേസൺറി വാൾസ്. ബ്രിക്ക് അല്ലെങ്കിൽ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാളുകളെ ബ്രിക്ക് മേസൺറി വാൾസ് എന്ന് പറയുന്നു. Generally, brick masonry work is done in English bond to construct walls of better strength. ബ്രിക്സിൻ്റെ അറേഞ്ച്മെൻ്റ് രീതിക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോണ്ടുകളുണ്ട്. അതിൽ ബിൽഡിംഗ് വാളിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റ് ആണ് ഇംഗ്ലീഷ് ബോണ്ട്. The standard size of brick used is 19 cm by 9 cm by 9 cm. ബിൽഡിംഗ് വാള് പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ സ്റ്റാൻഡേർഡ് സൈസ് 19 സെൻറ്റിമീറ്റർ നീളം, 9 സെൻറ്റിമീറ്റർ ഉയരം, 9 സെൻറ്റിമീറ്റർ വീതി. മെറ്റീരിയൽ അനുസരിച്ചുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സ്റ്റോൺ വാൾ അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി. വാൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആർ കോൾഡ് സ്റ്റോൺ മേസൺറി വാൾസ്. സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാളുകളെ സ്റ്റോൺ മേസൺറി വാൾസ് എന്ന് പറയുന്നു. ലാറ്ററൈറ്റ് സ്റ്റോൺ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് വാൾസ്. സാധാരണയായി ബിൽഡിംഗ് വാൾസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്റ്റോണാണ് ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ വെട്ടുകല്ല്. The standard size of laterite stone is 38 cm by 19 cm by 19 cm. സാധാരണ ഉപയോഗിക്കുന്ന ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 38 സെൻറ്റിമീറ്റർ നീളം, 19 സെൻറ്റിമീറ്റർ വീതി, 19 സെൻറ്റിമീറ്റർ ഉയരം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് വാളിൻ്റെ ഒരു പിക്ചറാണ്. അടുത്തതായി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് മെസൺറി, മോർട്ടാർ. Mortars are typically made from a mixture of sand, a binder such as cement and water. സിമൻറ്റ്, സാൻഡ്, വെള്ളം ഇവയുടെ ഒരു മിശ്രിതത്തിനാണ് മോർട്ടാർ എന്ന് പറയുക. മോർട്ടാർ മേ ബി യൂസ്ഡ് ടു ബൈൻഡ് മേസൺറി ബ്ലോക്സ് ഓഫ് സ്റ്റോൺ, ബ്രിക്ക് എക്സെട്ര. മേസൺറി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോണ്, ബ്രിക്ക് മുതലായവയെ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോർട്ടാർ ഉപയോഗിക്കുന്നത്. Mortar becomes hard when it sets, resulting in a rigid aggregate structure. പേസ്റ്റ് രൂപത്തിലുള്ള മോർട്ടാർ സെറ്റ് ആകുന്നതിനനുസരിച്ച് ഹാർഡായ ഒരു സർഫസ് നൽകുന്നു. അടുത്തതായി നമുക്ക് കുറച്ച് മേസൺറി ടൂൾസ് പരിചയപ്പെടാം. ട്രവൽസ്. ട്രവൽ ഈസ് യൂസ്ഡ് ഇൻ മേസൺറി വർക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പിക്ക് അപ്പ് മോർട്ടാർ ഫ്രം എ ബോർഡ് ആൻഡ് ടു പ്ലേസ് ആൻഡ് സ്പ്രെഡ് ദി മോർട്ടാർ ഇൻ ടു എ ബ്രിക്ക് ഓർ സെറ്റ് ഓഫ് ബ്രിക്സ്. മേസൺറി വർക്ക് ചെയ്യുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോർട്ടാർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രവൽ ഉപയോഗിക്കുന്നത്. ചിസൽസ്. എ ചിസൽ ഈസ് യൂസ്ഡ് ടു കട്ട് ബ്രിക്സ് ഇൻ ടു സ്പെസിഫിക് സൈസസ്. ചിസൽ വിത്ത് റേഞ്ചസ് ഫ്രം 2.5 to 4.5 inches. ബ്രിക്സ് സ്പെസിഫിക് സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ചിസൽ. ഇതിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് മുതൽ 4.5 ഇഞ്ച് വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹാമർ. എ മേസൺറി ഹാമർ ഹാസ് എ സ്ക്വയർ ഫേസ് ഓൺ one end for breaking. It has a sharp edge on the other for cutting. They are used to split hard bricks or stones. സ്റ്റോൺ, ബ്രിക്ക് മുതലായ ബിൽഡിംഗ് മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹാമർ. ഇതിൻ്റെ ഒരു എഡ്ജിൽ സ്ക്വയർ ഫേസും മറ്റേ എഡ്ജിൽ ഷാർപ്പ് ഫേസുമാണ് ഉള്ളത്. ടേപ്പ്. എ ടേപ്പ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് വേരിയസ് മെഷർമെൻറ്റ്സ്. മെഷർമെൻറ്റ്സ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടേപ്പ്. മേസൺ സ്ക്വയർ. ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് വുഡ് ഓർ പ്ലാസ്റ്റിക്. The square is used at the corner of 2 perpendicular walls to make sure the bricks are set at an exact 90-degree angle. ബിൽഡിംഗ് വാൾസിൻ്റെ കോർണർ എക്സാക്ട് 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മേസൺ സ്ക്വയർ. സ്പിരിറ്റ് ലെവൽ. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻ ടു ഇൻഡിക്കേറ്റ് വെദർ എ സർഫസ് ഈസ് ഹൊറിസോണ്ടലി ലെവൽ ഓർ വെർട്ടിക്കലി പ്ലംബ്.
ഒരു മേസൺറി വാൾ ഹൊറിസോണ്ടലിയും അതുപോലെ വെർട്ടിക്കലിയും ലെവലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുന്നു. അടുത്തതായി സ്ട്രെയിറ്റ് എഡ്ജ്. സ്ട്രെയിറ്റ് എഡ്ജ് ഇസ് എ ലോങ് മെറ്റാലിക് ഓർ വുഡൻ ഇൻസ്ട്രുമെന്റ് വിത്ത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് എഡ്ജ്. മേസൺറിയുടെ സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മേസൺറി ടൂളാണ് സ്ട്രെയിറ്റ് എഡ്ജ്. ഇത് വുഡ് അല്ലെങ്കിൽ മെറ്റാലിക് ആയിരിക്കും. Plumb bob or plummet. It is a weight usually with a pointed tip on the bottom suspended from a string and used to check the verticality of a wall. ഒരു മേസൺറി വാളിൻ്റെ വെർട്ടിക്കാലിറ്റി, അതായത് അത് കുത്തനെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്ലംബ് ബോബ്. ഇതൊരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു പോയിന്റഡ് ടിപ്പുള്ള ഒരു വെയിറ്റ് ആണ്. ഇതാണ് പ്ലംബ് ബോബ്. അടുത്തതായി മേസൺറിയിലും അതുപോലെ പ്ലംബിംഗ് വർക്കിനും ഉപയോഗിക്കുന്ന ചില പവർ ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിമോളിഷൻ ഹാമർ. ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ യൂസ്ഡ് ടു ഡിമോളിഷ് കോൺക്രീറ്റ് വാൾസ് ഇഫ് നീഡഡ്. ചില സന്ദർഭങ്ങളിൽ കോൺക്രീറ്റ് വാള് ഡിമോളിഷ് ചെയ്യേണ്ട അവസ്ഥ വരും. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പവർ ടൂളാണ് ഡിമോളിഷൻ ഹാമർ. ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു. Drilling machine. A drill is a power tool which can easily make holes in the walls. ബിൽഡിംഗ് വാളിൽ ദ്വാരമിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡ്രില്ലിംഗ് മെഷീൻ. വാൾ ചേസർ. ഇറ്റ് ഈസ് എ പവർ ടൂൾ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗ്രൂവ്സ് ഓൺ ദി വാൾ ഫോർ ലേയിങ് പ്ലംബിംഗ് പൈപ്പ്സ്. ബിൽഡിംഗ് വാളിനകത്ത് കൺസീൽ ചെയ്ത രീതിയിൽ പ്ലംബിംഗ് പൈപ്പ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൈപ്പ്സ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വാൾ ചേസർ. അടുത്തതായി ഓപ്പറേഷൻസ് നീഡഡ് ഓൺ വാൾ ഫോർ പ്ലംബിംഗ് വർക്ക്സ്. ബിൽഡിംഗ് വാളിൽ പ്ലംബിംഗ് വർക്ക്സ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചില പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രില്ലിംഗ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾസ് ഓൺ ദി വാൾ. പ്ലംബിംഗ് ഫിക്ചേഴ്സ് ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഹോൾസ് മേക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ഡ്രില്ലിംഗ്. നെയിലിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഡൺ ടു ഫാസ്റ്റൻ ദ ഫിക്ചേഴ്സ് ഓൺ വാൾ സർഫസ് വിത്ത് എ നെയിൽ ആൻഡ് ഹാമർ. നെയിലും ഹാമറും ഉപയോഗിച്ച് ഫിക്ചേഴ്സ് വാൾ സർഫസിൽ ഫിക്സ് ചെയ്യുന്ന പ്രവർത്തനമാണ് നെയിലിംഗ്. കോർ കട്ടിംഗ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗ്രൂവ്സ് ഓൺ വാൾസ് ടു ലേ പ്ലംബിംഗ് പൈപ്പ്സ്. പ്ലംബിംഗ് പൈപ്പ്സ് ബിൽഡിംഗ് വാളിനകത്ത് കൺസീൽ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഗ്രൂവുകളെയാണ് ചേസസ് എന്ന് പറയുക. ഇങ്ങനെ ചേസസ് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് കോർ കട്ടിംഗ്. ഈ പിക്ചർ ഡ്രില്ലിംഗ് എന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇത് നെയിലിംഗ്, അതുപോലെ ഇത് കോർ കട്ടിംഗ് ആണ്. അടുത്തതായി സിസ്റ്റംസ് ഓഫ് പ്ലംബിംഗ്. ദ ഫോളോയിങ് ആർ ദ മെയിൻ സിസ്റ്റംസ് ഓഫ് പ്ലംബിംഗ് ഫോർ ദ ബിൽഡിംഗ് ഡ്രെയിനേജ്. ഒരു ബിൽഡിങ്ങിൽ സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ് തുടങ്ങിയവയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച് പ്രധാനമായും 4 രീതിയിലാണ് പ്ലംബിംഗ് സിസ്റ്റംസ് ഉള്ളത്. അത് 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം. ആദ്യമായി 1 പൈപ്പ് സിസ്റ്റം. In this system, only 1 pipe is used to collect both the foul soil waste as well as waste water from the building. The main pipe is directly connected to the manhole or drain. The provision of gully traps are completely eliminated. All the traps of the water closets, basins, sink, etc. are fully ventilated and connected to the ventilation pipes. ഇത് ഒരു 1 pipe സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, റൂഫ് എന്നിവ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു 3 നില ബിൽഡിങ്ങിൽ 1 പൈപ്പ് സിസ്റ്റം കൊടുത്തിരിക്കുന്ന രീതിയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ WC വാട്ടർ ക്ലോസറ്റ്, WB വാഷ് ബേസിൻ, KS കിച്ചൺ സിങ്ക്. ഇതിൽ നമുക്ക് കാണാം പ്രധാനമായിട്ടും ഒരു വേസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വേസ്റ്റ് പൈപ്പിലേക്കാണ് എല്ലാ ഫ്ലോറിൽ നിന്നുമുള്ള വേസ്റ്റ് വാട്ടറും കളക്ട് ചെയ്യപ്പെടുന്നത്. അത് ഡയറക്റ്റായി മാൻഹോളിലേക്ക് എത്തുന്നു. അതുപോലെ പ്രത്യേകമായി ഗളി ട്രാപ്പ് കൊടുത്തിട്ടില്ല. അതിനു പകരമായി ഓരോ ഫിക്ചേഴ്സിൽ നിന്നും വെന്റിലേഷൻ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സിസ്റ്റം 2 പൈപ്പ് സിസ്റ്റമാണ്. One pipe collects the foul soil and water closet waste and the second pipe collects the water from the kitchen, bathroom, house washings, etc.
The soil pipes are directly connected to the manhole or drain, whereas the waste pipes are connected through a fully ventilated gully trap. ഇത് ഒരു 2-pipe സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. മുൻപ് പറഞ്ഞതുപോലെ 3 നില ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുള്ള 2-pipe സിസ്റ്റം രീതിയാണ്. ഇതിൽ നമുക്ക് കാണാം പ്രധാനമായും 2 പൈപ്പുകളുണ്ട്. അതായത് വാഷ് ബേസിൻ, കിച്ചൺ സിങ്ക് മുതലായവയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു വേസ്റ്റ് പൈപ്പ്, അതുപോലെ വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സോയിൽ പൈപ്പ്. ഈ ഓരോ പൈപ്പുകൾക്കും, അതായത് സോയിൽ പൈപ്പിനും വേസ്റ്റ് പൈപ്പിനും പ്രത്യേകമായി വെന്റിലേറ്റിംഗ് പൈപ്പും കൊടുത്തിട്ടുണ്ട്. സോയിൽ പൈപ്പിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റായി മാൻഹോളിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ വാഷ് ബേസിൻ, കിച്ചൺ സിങ്ക് മുതലായവയ്ക്ക് ഫുള്ളി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗളി ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ മിക്കവാറും ബിൽഡിങ്ങുകളിലും 2-pipe സിസ്റ്റം രീതിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. Single stack system. This is similar to 1-pipe system but without the provision of ventilation. The single stack system is a 1-pipe system from which, subject to the observance of certain rules, all or most of the trap ventilating pipes are omitted. 1-pipe സിസ്റ്റത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു രീതിയാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഇവിടെ ആകെ ഒരു വേസ്റ്റ് വാട്ടർ പൈപ്പിലേക്കാണ് എല്ലാ ഫ്ലോറിൽ നിന്നുമുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യപ്പെടുന്നത്. ഇത് മാൻഹോളിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ പ്രത്യേകമായി വെന്റിലേഷൻ പൈപ്പ് കൊടുത്തിട്ടില്ല. അതുപോലെ ഇതിൻ്റെ ഈ വേസ്റ്റ് വാട്ടർ പൈപ്പിൻ്റെ മുകൾ ഭാഗം വെന്റിലേറ്റിംഗ് പൈപ്പായി ആക്ട് ചെയ്യപ്പെടുന്നു. സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം. This system is a combination of 1 pipe and a single stack system. It is provided only 1 pipe to collect all types of wastewater, foul as well as not so foul. A relief end pipe is provided for ventilation, only the water closet traps. Single stack partially ventilated system സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിനോട് സിമിലർ ആണ്. അതായത് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ പ്രത്യേകമായി വെന്റിലേറ്റിംഗ് പൈപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് സിംഗിൾ സ്റ്റാക്ക് പാർഷ്യലി വെന്റിലേറ്റഡ് പൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വേസ്റ്റ് വാട്ടർ പൈപ്പിലേക്ക് എല്ലാ വേസ്റ്റുകളും ക്യാരി ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള ട്രാപ്പിൽ നിന്നും വെന്റിലേറ്റിംഗ് പൈപ്പിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 1-pipe പാർഷ്യലി വെന്റിലേറ്റഡ് സിസ്റ്റം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ വിവിധ പ്ലംബിംഗ് സിസ്റ്റങ്ങളെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാം. അടുത്തതായി ആക്ടിവിറ്റി സെക്ഷനാണ്. ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ആക്ടിവിറ്റി 2 ഇവിടെ 1 മുതൽ 8 വരെ വിവിധ ഫിക്സേഴ്സുകൾ, വാളിൽ നമ്മൾ പഠിച്ച ബിൽഡിംഗ് വാളിൽ പിടിപ്പിക്കുന്ന വിവിധ ഫിക്സേഴ്സുകളാണ്. ഈ ഫിക്സേഴ്സുകളെ അവയുടെ നമ്പർ അനുസരിച്ച് നിങ്ങൾ കൃത്യമായ പേരുകൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. അത് പോർട്ട്ഫോളിയോ വർക്കിലേക്ക് വേണ്ടിയാണ്. അതായത് നിങ്ങൾ പരിചയപ്പെട്ട പ്ലംബിംഗ് സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒരു A4 ഷീറ്റിൽ വൃത്തിയായി വരയ്ക്കുക. അതുപോലെ നമ്മൾ പരിചയപ്പെട്ട ലിൻഡൽ വിത്ത് സൺഷെയ്ഡ്, അതിൻ്റെ ക്രോസ് സെക്ഷനും ഒരു A4 ഷീറ്റിലേക്ക് വരയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഉള്ള വിവരങ്ങൾക്ക് റെഫർ ചെയ്തിരിക്കുന്നത് വിക്കിപീഡിയ, പ്ലംബർ ജനറൽ ടെക്സ്റ്റ് ബുക്സ് ക്ലാസ് 10 NCERT, അതുപോലെ www.google.com.images, അതുപോലെ www.civiljungle.com. Thank you all.